പണിക്കൊന്നും പോകാണ്ട് കട്ടനം കുടിച്ചിരിക്കല രണ്ടിനും പരിപാടി. രണ്ട് ദിവസം കഴിഞ്ഞ ഓണായിന് വരുന്നത്. ഇപ്പോൾ ടൗണിൽ ഭയങ്കര തിരക്കായിരിക്കും. ഒന്ന് തിരിഞ്ഞു കളിച്ചാൽ തന്നെ 5-10 പേഴ്സിന് കരിമേൽ വരും. അപ്പുറത്തെ നാരായണ മാഷ വീട്ടിൽ ആരും കാണുന്നില്ലല്ലോ. അവർ അമ്പലത്തിൽ പോകുന്നുണ്ട്. ഇപ്പം വരുമായിരിക്കും. മാഷ് വരുന്നുണ്ടെന്ന് കയറിയിരിക്കും. ശരി ശരി. അല്ല, ഒരു കട്ടൻ എടുക്കട്ടെ? കട്ടൻ വേണ്ട, ഒരു ഗ്ലാസ് ചൂടുവെള്ളം കിട്ടിയാൽ മതി. അതെ, ഞാൻ മാവേലി തന്നെയാണ്. നിങ്ങളുടെ പട്ടിണിയും പരിവട്ടൊക്കെ കണ്ടപ്പോൾ ഒന്ന് സഹായിക്കാൻ വന്നതാണ്. പക്ഷെ നിങ്ങളിപ്പോൾ എന്തായി കാണിച്ചു വെച്ചിരിക്കുന്നത്? സോറി, പറ്റിപ്പോയി മാവേലി. ഞങ്ങളെ സഹായിക്കണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഈ വർഷം ഓണം ഇല്ല. ഞങ്ങളെ സഹായിക്കണം മാവേലി. ശരി, അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളെ സഹായിക്കാം. ചതി, വഞ്ചന, അത്യാഗ്രഹം, അഴിമതി ഇതെല്ലാം തന്നെ നിങ്ങളുടെ മനസ്സിൽ നിന്ന് എടുത്തു കളഞ്ഞാൽ ഞാൻ നിങ്ങളെ സഹായിക്കാം. എല്ലാം മാവേലി പറഞ്ഞതുപോലെ ഞങ്ങളെല്ലാം മനസ്സിൽ നിന്ന് എടുത്തു കളഞ്ഞു. ശരി, എങ്കിലിതാ ചതിയും വഞ്ചനയില്ലാതെ ഞങ്ങൾ ജീവിച്ചോളാം. മാവേലി എല്ലാ വർഷവും വരണം, ഞങ്ങൾക്ക് അനുഗ്രഹവും തരണം. ഞാൻ എല്ലാ വർഷവും വരാം. നിങ്ങളെ അഭിവൃദ്ധിയിൽ നിന്ന് അഭിവൃദ്ധിയിലേക്ക് നയിക്കാം. പക്ഷേ നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി നിർബന്ധമായി നിർത്തണം. നിങ്ങൾ എനിക്ക് വാക്ക് തരണം. മാവേലിയാണ് സത്യം, ഇനി ഞങ്ങൾ അങ്ങനെ ചെയ്യേയില്ല. സത്യം സത്യം സത്യം. എന്തായാലും ഇപ്രാവശ്യത്തെ ഓണം നമുക്ക് കുറ്റാലേ. എന്തായാലും നമുക്ക് കിട്ടണ കിട്ടി. ആ വണ്ടമാവേലിക്ക് അറിയോ ഈ കാലത്ത് കള്ളവും ചതിയില്ലാണ്ട് ജീവിക്കാൻ പറ്റുമെന്ന്? സമാധാനായില്ലേ? അളിയന്റെ ഒറ്റ വാക്കുകൊണ്ടായി സാധനം എല്ലാം പോയത്. ഞാൻ എത്ര വാക്ക് പറഞ്ഞു നോടാ, ഓപ്പിരി അളിയാ ഒറ്റ അടിയാ നാട്ടണം. രണ്ടും കൂടി ഓണവും കൊളാക്കിയിട്ട് പോയാട്ടായിരുന്നു. നിങ്ങളോടല്ലേ ഓണാശംസകൾ.